പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരാൻ പോകുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് LSG election.kerala.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിലേക്ക് അടിച്ച് കയറുക. മൊബൈലിനേക്കാളും കുറച്ച് എളുപ്പം കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പോൾ നെയിം ഇൻക്ലൂഷനിൽ പലർക്കും പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് 1-2 ആൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെയിം ഇൻക്ലൂഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. നെയിം ഇൻക്ലൂഷൻ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ ഒന്ന് വരും. അതിൽ ജില്ല, പഞ്ചായത്ത്, വാർഡ് ഒക്കെ സെലക്ട് ചെയ്യാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നേരെ നമ്മൾ മലയാളം പേര് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പോയി നോക്കാം തൽക്കാലം. അത് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ്. ഇവിടെ നമ്മൾ ഇവർ തന്ന കീബോർഡിൽ അതല്ലെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് നമ്മുടെ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കണം. പക്ഷേ നമ്മൾക്ക് ഈ കീബോർഡിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടൊരു പേരടിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് കിട്ടുന്ന ഈ ഗൂഗിളിൻ്റെ ഈ സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ട്രൈ ഔട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലാംഗ്വേജ് മലയാളമാക്കാം. ഇനി അബ്ദുൽ ഖാദർ എന്നാണ് എനിക്ക് അടിക്കേണ്ടതെങ്കിൽ അബ്ദുൽ ഖാദർ, ഏത് ഖാണ് ഉപയോഗിക്കുന്നത്, ഏത് ഖാണ് നമ്മൾ ഉപയോഗിക്കുക. അബ്ദുൽ. നാസർ എന്നാണെങ്കിൽ ഇതിലിപ്പോൾ 2 ചില്ലക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മോയിൻ ഇന്ന് വന്നിട്ടുണ്ട്, ഇല്ല് വന്നിട്ടുണ്ട്, ഇറ് വന്നിട്ടുണ്ട്, ഏതക്ഷരം. അതിനുശേഷം ഇത് ഇവിടുന്ന് കട്ടടിക്കുക. Ctrl+C അല്ലെങ്കിൽ Ctrl+X, Ctrl+C Ctrl+X അടിച്ച ശേഷം ആ സാധനം ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ശേഷം ആക്സെപ്റ്റ് അടിക്കുക. നമുക്കറിയാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് ചെയ്താൽ നമ്മൾ മറ്റൊന്ന് വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് കോപ്പി ചെയ്ത് ഗൂഗിൾ ഇൻപുട്ട് ടൂൾസിൻ്റെ ടൈപ്പിംഗ് വിൻഡോയിൽ നിന്ന് കോപ്പി അടിച്ച് പേസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ മലയാളം ടൈപ്പ് ചെയ്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.